85-ാം സങ്കീർത്തനം ആണല്ലോ ഇന്നത്തെ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. അതിൻ്റെ എഡിങ്ങിൽ എഴുത്തുകാരനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും കടക്കാതെ എന്നെ ഏൽപ്പിച്ച ദൈവീയ സന്ദേശം കൈമാറി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ഈ ആരംഭ വെള്ളിയാഴ്ചയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നാം കടന്നു വന്നിരിക്കുമ്പോൾ ഈ രാത്രിയിൽ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവേ, അങ്ങ് അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. നമുക്ക് അനേക കാര്യങ്ങൾ കേൾക്കുവാനും അനേക കാര്യങ്ങൾ ചിന്തിക്കുവാനും ഒക്കെ സമയവും അവകാശമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2025 അനേക കാര്യങ്ങൾ കേട്ടു. നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് അരുളി ചെയ്തത് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ രാത്രിയിൽ നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധന ചെയ്യണം. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം നോക്കിയാൽ, കാലങ്ങൾ നോക്കിയാൽ ഒത്തിരി കാലങ്ങൾ ദീർഘമായിട്ടുണ്ട്. ഒരു വർഷം, 40 വർഷം, 50 വർഷം, അതിലുപരിയോ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ രാത്രിയിൽ നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധന ചെയ്യാൻ കഴിയുമോ? ദൈവശബ്ദം നാം കേട്ടിട്ട് എത്ര കാലമായി? ദൈവശബ്ദം കേട്ടിട്ട് എത്ര കാലമായി? 2025 ആരംഭ ദിവസം മുതൽ എൻ്റെ അവസാനത്തെ ദിവസം വരെയും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു. ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞോ? ഇനി പോട്ടെ, പഴയത് മറന്നേക്കാം. ഈ 2026 ആരംഭ വെള്ളിയാഴ്ചയിൽ 2-ാമത്തെ ദിവസം കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ കഴിയണം. കർത്താവേ, ദൈവം അരുളി ചെയ്യുന്നത് കേൾക്കുവാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഇഷ്ടമോ എൻ്റെ ഹിതമോ എൻ്റെ വാക്കുകളോ എൻ്റെ ഇഷ്ടപ്രകാരമല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. കർത്താവെ, അങ്ങ് പ്രകാരം പറയുന്നത് പ്രകാരം അങ്ങ് അരുളി ചെയ്യുന്നത് മുഖാന്തരമായി ഒരു ആത്മീയ കാഴ്ചപ്പാട് പ്രാപിച്ചവളായി പ്രാപിച്ചൊരു കുഞ്ഞായിട്ട് ജീവിക്കുവാൻ നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയണം. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ലോക സമാധാനം 2026 സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ വാസം ചെയ്യാമെന്നൊന്നും നമ്മളാരും വിചാരിക്കേണ്ട. കാരണം അതിനുള്ള തത്രപ്പാടുകളിലേക്ക് ഭരണാധികാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും വിളിച്ചു പറയുവാനും എനിക്ക് നിങ്ങൾക്കും ആവേശത്തോട് പറയുവാനും പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുവാൻ സമയം ആസന്നമായിരിക്കുന്നു. ആ ശബ്ദം കേൾക്കുവാൻ എൻ്റെ കാതുകൾക്ക് അടവ് സംഭവിക്കുവാൻ അനുവദിക്കരുത് എന്ന് ഈ രാത്രിയിലും പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. നിങ്ങൾ ചിന്തിക്കുന്നതും ഒരുപക്ഷെ ചിന്തിച്ച് കടന്നു വന്നതും ഒരു അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് ആയിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ രാത്രികൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി എന്നോട് സംസാരിച്ച ഒരു ദൈവീയ സന്ദേശമാണ് ദൈവസഭയിൽ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, ഈ സന്ദേശം ഇവിടെ കൈമാറണമെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ദൈവസഭയോട് അറിയിക്കേണ്ട ദൂത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. അത് മുഖപക്ഷം കൂടാതെ ഈ രാത്രിയിൽ അറിയിക്കുവാൻ ദൈവസന്നിധിയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ തടസ്സപ്പെട്ടിരിക്കുന്ന 3 വഴികൾ, അല്ലെങ്കിൽ കേൾക്കുവാനുള്ള 3 വഴികൾ ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ റിസീവർ ശരിയായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ റിസീവർ കറക്റ്റ് ആണോ എന്ന്. ഈ രാത്രിയിൽ 2026 ആരംഭ വെള്ളിയാഴ്ചയിൽ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ, ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഒന്ന് ചിന്തിക്കണം. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആ റിസീവറിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഈ സഭായോഗത്തിന് നടുവിൽ നിന്നുകൊണ്ട് ക്ഷമാപണം നടത്തി, കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞാൻ എന്നെ ഒന്ന് സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ കഴിയണം. ഒരുപക്ഷെ കാലങ്ങൾ ദീർഘിച്ചിരിക്കാം, കാലങ്ങൾ കടന്നു പോയിരുന്നേക്കാം. ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നമ്മുടെ കാതുകൾ അടയപ്പെട്ടവരായിരുന്നേക്കാം ഈ സഭായോഗത്തിൽ പങ്കുചേരുന്നത്. ദൈവശബ്ദം കേൾക്കുന്നവർക്കായും സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവശബ്ദം കേട്ട് ഇതുവരെയും കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ ദൈവശബ്ദത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇന്നലെ കേട്ടവരായിരുന്നേക്കാം. ചില മാസങ്ങളായി, ചില ആഴ്ചകളായി, ചില വർഷങ്ങളായിട്ട് ആ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സഭായോഗത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഒന്ന് പുനഃപരിശോധന ചെയ്യണം. എൻ്റെ റിസീവർ കറക്റ്റ് ആണോ? എൻ്റെ പിതാവുമായിട്ടുള്ള കണക്ഷനിൽ എൻ്റെ റിസീവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി സഭായോഗത്തിൽ ഈ തിരുമേശയിലെ കരങ്ങൾ നീട്ടുന്നതിന് മുമ്പ് അത് ഏറ്റുപറഞ്ഞ് ആ റിസീവറിന് ക്രമീകരണം വരുത്തിക്കൊണ്ട് വേണം ഈ രാത്രി ദൈവത്തെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ.
അതുകൊണ്ടാണല്ലോ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇപ്രകാരം പറയും: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നമ്മൾ അന്വേഷിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞൊരു വർഷക്കാലം നമ്മൾ അന്വേഷിക്കുന്നവരായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നമ്മോട് പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നവരായിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ആ ദൈവ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്നെ കൂട്ടു സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ അന്വേഷിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കാതുകളെ തുറയപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ ഈ രാത്രി ക്ഷമാപണം നടത്തിക്കൊണ്ട് കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അന്വേഷിക്കുകയാണ്. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വായിച്ചു വരുമ്പോൾ ഏലിയ പ്രവാചകനോട് പറയുന്ന ഒരു ദൂതുണ്ട്. 18-ാം അധ്യായം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ഏലിയ പ്രവാചകൻ വളരെ തീയിറക്കി യാഗത്തെ ജഗിപ്പിച്ചിട്ട് പോയ ഏലിയ പ്രവാചകൻ. അതിന് 18-ാം അധ്യായത്തിന് 12-ാം വാക്യം വായിച്ചു വരുമ്പോൾ ഒരു മൃദുസ്വരം ഏലിയാവ് കേൾക്കുന്നു. എവിടെ നിന്നുണ്ട്? ഭൂകമ്പമുണ്ടായി, തീയുണ്ടായി, അതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു മൃദുസ്വരം ഏലിയാവ് കേൾക്കുകയാണ്. സാവധാനത്തിലുള്ള സ്വരം കേൾക്കുകയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, തീച്ചൂളയുടെ അനുഭവം കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ ഞാനും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ദൈവം എന്നെ കൈവിട്ടോന്ന്. ഇല്ല ഇല്ല ഇല്ല, ഈ 2026-ലും കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല. അതിനകത്ത് കേൾക്കുവാൻ, ആ മൃദുസ്വരം കേൾക്കുവാൻ നമ്മുടെ കാതുകൾക്ക് കഴിവുണ്ടോ, അതിന് കേൾവി ശക്തിയുണ്ടോ എന്ന് ഈ രാത്രിയിൽ ഒന്ന് പുനഃപരിശോധന ചെയ്യണം. പുനഃപരിശോധന ചെയ്തെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. വെറുതെ കടന്നു വന്ന് സഭായോഗത്തിൽ വെള്ളിയാഴ്ചത്തെ ആരാധനയിൽ കടന്നു വന്നിട്ട് ഞാനും നിങ്ങൾ മടങ്ങിപ്പോകുന്നവരായി തീരരുതേ. ഇടമീറ്റി കടന്നു വന്ന് ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുന്നവരായി തീരരുതേ. നമ്മൾ മുഴങ്കാലുകളെ മടക്കി ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഈ 2026 പ്രാപിക്കേണ്ടത് എനിക്ക് പണം വേണമെന്നല്ല, പദവി വേണമെന്നല്ല, എനിക്ക് പ്രസ്ഥാനത്തിന് നേതാവാകണമെന്നല്ല, അല്ലെങ്കിൽ പൊസിഷൻ കൂടണമെന്നല്ല. കർത്താവേ, അങ്ങയുടെ ഇമ്പ ശബ്ദം ഒന്ന് കേൾക്കുവാൻ എൻ്റെ കാതുകൾക്ക് ബലം തരണമെന്ന് ഈ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവരായി തീരണം. കർത്താവിന്റെ ശബ്ദം അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 4-ാം വാക്യം, തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ദൈവ ശബ്ദം കേട്ട് അനുഗമിക്കണമെങ്കിൽ ഈ ഇടയനോടൊപ്പം നടന്നെങ്കിൽ മാത്രമേ ഇടയന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുള്ളൂ. വല്ലപ്പോഴും കടന്നു വന്നിട്ട്, വല്ലപ്പോഴും പ്രാർത്ഥിച്ചിട്ട്, വല്ലപ്പോഴും ഉപവസിച്ചിട്ട്, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ മാത്രം മുഴങ്കാലം മടക്കിയാൽ ഈ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അവൻ ആടുകളെ പുറത്തു കൊണ്ടുപോകുമ്പോൾ അവനോടൊപ്പം സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ആ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ എന്നെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളും ആണ്ടിന്റെ ആരംഭത്തിൽ വന്നിട്ട് സഭായോഗത്തിൽ കൂടിയിട്ട് മടങ്ങിപ്പോയിട്ട് അവസാനം ഒന്ന് പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ആ ശബ്ദം കേൾക്കുവാൻ കഴിയില്ല. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ 2026-ന്റെ ഡിസംബർ 31-ാം തീയതി ആ ഇടയനോടൊപ്പം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. ഈ രാത്രിയിൽ എത്ര പേർക്കും സമർപ്പിക്കുവാൻ കഴിയും? കർത്താവേ, അങ്ങയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് അങ്ങയോടൊപ്പം യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. വിശുദ്ധ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ, 1 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ 2 വ്യക്തികളെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, ഒരിക്കൽ ദൈവശബ്ദം കേട്ടൊരു വ്യക്തി. രണ്ടാമത് ഒരു വ്യക്തി ഇപ്പോൾ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി. നമുക്കറിയാം, 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയുടെ ശുശ്രൂഷകനായി ചെയ്തു പോന്നു. ആ കാലത്തു യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഏലി പുരോഹിതനായിരുന്നു, ദൈവശബ്ദം കേട്ട വ്യക്തിയായിരുന്നു, ദൈവശബ്ദത്തിന് പ്രകാരം ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ, അല്ലെങ്കിൽ ജീവിതയാത്രയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസിയുടെ അളവ് കൂടിയപ്പോൾ, അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടുപോയപ്പോൾ, ഒരിക്കൽ പ്രാർത്ഥിച്ചവൻ, ഒരിക്കൽ ഉപവസിച്ചവൻ, ഒരിക്കൽ ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നവൻ, പിന്നീടുള്ള കാലഘട്ടത്തിൽ അവൻ താളത്തിനൊത്ത തുള്ളി മുന്നോട്ട് പോയപ്പോൾ അവന് ദൈവശബ്ദം കേൾക്കാതെ പോയി. ആ ജീവിത അനുഭവമാണ് ഏലിക്കുണ്ടായത്. ആ സ്ഥാനത്താണ് ദർശനമില്ലാത്തൊരു കാലഘട്ടത്ത്, ദൈവവചനമില്ലാത്തൊരു കാലഘട്ടത്ത് ശമൂവേൽ വാചൻ ദൈവവചനം കേൾക്കുന്നത്. താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുന്നത് നമുക്കറിയാം. കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്ത ഒരു പുരോഹിതനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്വന്തം കുഞ്ഞുങ്ങൾ
ദൈവത്തിന് അനിഷ്ടമായി ജീവിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദേശിക്കുവാൻ കഴിയാത്ത ഒരു പുരോഹിതനെ ആ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ ഒരുപക്ഷെ നമുക്ക് മടിയായിരുന്നേക്കാം. നാട്ടുകാരുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുവാനും അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നേക്കാം. പക്ഷെ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയട്ടെ, നാട്ടുകാരുടെ കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങൾക്ക് ഉപദേശിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങളെ പത്തി ഉപദേശത്തിൽ വളർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നിങ്ങളും അഭിഷേകത്തിന്റെ ആത്മാവിനെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവ ദർശനങ്ങളും ദൈവ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. ഈ രാത്രി 2026 ഒത്തിരി ആത്മീയ അനുഗ്രഹങ്ങൾ നേടുമ്പോൾ ഭൗതിക അനുഗ്രഹത്തെക്കാൾ ഒരു ആത്മീയ അനുഗ്രഹം നേടുന്ന ദൈവസഭയായി നമ്മൾ മാറണം. ഈ പുസ്തകം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്, ഏലി പ്രവാചകന്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുരോഹിതന്റെ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തിന്റെ ഹിതത്തിനനുസരിച്ച് പോയി. കാരണം ദർശനം നഷ്ടപ്പെട്ടു പോയ അപ്പന്റെ മക്കൾ ഈ ലോകത്തിന്റെ വഴിക്കനുസരിച്ച് ജീവിച്ചു. എന്നെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃക ആയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മുമ്പിൽ ജീവിച്ചെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദൈവവചനത്തിനെ അടിസ്ഥാനപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വരത്തില്ല. ദർശനം നഷ്ടപ്പെട്ടു പോയ പുരോഹിതന്റെ കുഞ്ഞുങ്ങൾ ദൈവസഭയ്ക്കകത്ത് കയറില്ലെന്ന് മാത്രമല്ല, അവർ ദൈവദൂഷണം പറയുന്നവരായി മാറി, ഈ ദൈവത്തെ പഴിയാരുന്നവരായി മാറി, ഈ ദൈവത്തെ ആരാധിക്കാത്തവരായി മാറി. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് ഭക്തിയുള്ളവരായി തീരണം, ദൈവസഭയ്ക്കകത്ത് ഭക്തിയുള്ളവരായി തീരണം. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ തലമുറയിലേക്ക് കൈമാറുന്നവരായി തീരണം. അത് കൈമാറാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ രാത്രി ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ 2026 ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഒന്ന് പുനഃപരിശോധന ചെയ്യാൻ. കർത്താവേ, എവിടെയാണ് എനിക്ക് പാകപ്പഴ പറ്റിപ്പോയത്, എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിപ്പോയത്, അതിൽ നിന്ന് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഭക്തിയുള്ളവരായി ജീവിച്ചെടുക്കുവാൻ കഴിയണം. ഈ പ്രവാചകനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ പുരോഹിതനോട് ചോദിച്ചാൽ പറയും, ശൗമൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവിടെ ഇരിക്കുന്ന വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ദൈവവചനമില്ലാത്തൊരു കാലഘട്ടം, ദർശനം നഷ്ടപ്പെട്ടു പോയ കാലഘട്ടം. ദർശനമുണ്ടായിരുന്നു, ദൈവവചനമുണ്ടായിരുന്നു, ദൈവത്തെ ആരാധന ഉണ്ടായിരുന്നു, ദൈവത്തിലുള്ള മഹത്വീകരണം ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് ഭക്തിയോട് ജീവിച്ച ശമൂവേൽ വാതിൽ ദൈവ ശബ്ദം കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട്, സഭാവിശ്വാസികളെ നോക്കിക്കൊണ്ട്, ചുറ്റുപാടുള്ള ആത്മീയരെ നോക്കിക്കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഒത്തിരി കുറ്റം പറയാൻ കണ്ടേക്കാം. അവരങ്ങനെ നടക്കുന്നല്ലോ, അവരിങ്ങനെ പോയല്ലോ, അവരുടെ രീതികൾ ഇങ്ങനെയാണല്ലോ. അതല്ല, അവരാരും ദൈവ ശബ്ദം കേട്ടില്ലെങ്കിലും ഈ രാത്രി എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം, ആര് ദൈവ ശബ്ദം കേട്ടില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും ദൈവ ശബ്ദം കേൾക്കും. സഭയിലേക്ക് കടന്നു വരുന്ന 100 പേരിൽ 99 പേരും ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവേ, ഈ രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കാതുകളെ തുറക്കണമേ എന്ന് ദൈവാത്മാവിനെ ശക്തിയോടെ പ്രാർത്ഥിച്ചെടുക്കുവാൻ കഴിയണം. മാത്രമല്ല, അടുത്തൊരു കാര്യം, ഈ ദൈവശബ്ദത്തെ വിവേചിക്കുന്നവരായി നമ്മൾ മാറണം. എല്ലാ ശബ്ദങ്ങളും ദൈവശബ്ദമല്ല. രാത്രിയിൽ ഒരുപക്ഷെ നമ്മുടെ കിടക്കയിൽ പല കാര്യങ്ങൾ നമ്മൾ കണ്ടെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ പലരും വന്ന് ദൈവശബ്ദമാണെന്ന് പലതും പറഞ്ഞു വന്നേക്കാം. ദൈവശബ്ദത്തെ വിവേചിച്ചറിയുവാനുള്ള ആത്മാവിന്റെ കൃപാവരം നമ്മൾ പ്രാപിച്ചെടുക്കണം. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിച്ച വാക്യത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ, 27-ാം വാക്യം, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയെ അറിയും, അവ എൻ്റെ ശബ്ദത്തെ തിരിച്ചറിയും. ദൈവശബ്ദത്തെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചെടുക്കണം. 2026 ഒത്തിരി കൃപാവരങ്ങളൊന്നും പ്രാപിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ വചനം നിമിത്തമായി നമ്മളെ ആരും കബളിപ്പിച്ചിട്ട് പോകുവാൻ അനുവദിക്കരുത്. ദൈവത്തിന്റെ വചനവുമായി ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ അവൻ ദൈവാത്മാവിനാളാണോ കടന്നു വന്നെന്ന് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചെടുക്കണം. ഒരു വ്യക്തി നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുമ്പോൾ, ദൈവസഭയിൽ നാളുകളായി ദൈവത്തെ ആരാധിക്കുന്ന, വചനം പ്രാപിക്കുന്ന, വചനത്തിൽ ദൈവസനിൽ ഉറച്ച വിശ്വാസമുള്ള ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് ആ ശബ്ദം ദൈവത്തിൽ നിന്ന് കടന്നു വന്നാണോ തിരിച്ചറിയണം. അതിന് നമുക്ക് വേണ്ടത് ദൈവത്തെ യഥാർത്ഥമായി അറിയണം, അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയണം.
അങ്ങനെയാണെങ്കിൽ ഈ 2026 ഞാൻ നിങ്ങളും കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ശബ്ദം ഒന്ന് തിരിച്ചറിയുവാൻ കഴിയട്ടെ. പ്രിയ സഹോദരരെ, എൻ്റെ കൂട്ട സഹോദരങ്ങളെ, നമുക്ക് ലോകത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ മരുഭൂമിയിൽ വന്നത് അധ്വാനിക്കുവാനും സാമ്പത്തിക നന്മകൾക്കും വേണ്ടിയാണ്. അത് ഒരുപക്ഷെ നമുക്ക് ലഭിച്ചേക്കാം, ലഭിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പി വരുത്തിക്കോണം, ദൈവശബ്ദം കേൾക്കാതിരിക്കരുത്. ആ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾക്ക് എന്തെങ്കിലും പറ്റുപോയിട്ടുണ്ടെങ്കിൽ, 2026 ആരംഭ വെള്ളിയാഴ്ചയാണിത്. ഈ 2026 മുതൽ നീണ്ട 12 മാസം നമ്മൾ ഈ മരുഭൂമി യാത്രയിലൂടെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിച്ചില്ലെങ്കിൽ, നമ്മൾ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ്. കർത്താവിനോട് ഒന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ ശബ്ദം ദിനംതോറും എനിക്കൊന്ന് കേൾക്കുവാൻ കഴിയണം. ജീവിതയാത്രയിൽ നമുക്ക് പ്രതിസന്ധികളെ മുന്നോട്ട് തരണം ചെയ്ത് പോകുവാൻ കഴിയാതിരിക്കുന്ന സമയത്ത് മറ്റാരിലും അഭയം പ്രാപിക്കുവാൻ ഒരുപക്ഷെ പറ്റിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കിയിട്ട് പ്രാർത്ഥന, കർത്താവേ, ഈ പ്രോബ്ലത്തിന് മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ ശബ്ദം എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയണമേ. യഹോവയാ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അത് എന്ത് കാര്യമാണെങ്കിലും ഞാൻ കേൾക്കുവാൻ തയ്യാറാകണം. ഒരുപക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള വാക്കുകളും വാചകങ്ങളുമായിരുന്നേക്കാം നമുക്ക് ഇഷ്ടം വേണ്ടത്. പക്ഷെ ഈ രാത്രിയിൽ സഭയിൽ എബനേസർ ദൈവസഭ ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ ഉൾപ്പെടെ ദൈവസനി പ്രാർത്ഥിക്കേണ്ട കാര്യം, ദൈവം അരുളി ചെയ്യുന്നത് എന്തായാലും ഞാൻ കേൾക്കുവാൻ തയ്യാറാണ്. ആ ശബ്ദത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. രാപ്പകലും ഒന്നായി വന്നിടുമേ, നാം രാത്രികാലം മുൻപ് വെല തീർത്തിടുക. ആമേൻ.